നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിയാം. സമയം കിട്ടുമ്പോൾ എന്റെ ഓഫീസിലേക്ക് വരിക, ഞാൻ പലരെയും പരിചയപ്പെടുത്തി തരാം. ഉമർ ഖയാമിന്റെ കവിതയിൽ പറഞ്ഞ മാതിരി. അസ്സലാമലൈക്കും. വഅലൈക്കും സലാം. ആ, ബാപ്പുട്ടിയുടെ അളിയനല്ലേ? അതെ. എന്റെ പേര് ഫാസിൽ. ഞാൻ ബാപ്പുട്ടിയുടെ സുഹൃത്താണ്. കുറച്ച് അകലെയാണ് താമസം. ഇടക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ആ, പിന്നെ ഗൾഫ് കണ്ടിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? ഒന്നും പറയാറായിട്ടില്ല. വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഏതായാലും നാട്ടിൽ വെച്ച് നമ്മൾ കാണുന്ന ഗൾഫല്ല ഇതെന്ന് വന്നപ്പോ തന്നെ മനസ്സിലായി. ഉമർ ഖയ്യാമിന്റെ കവിതകളാണ് ഓർമ്മ വരുന്നത്. അളിയോ, ഈ കവിത പാടി കുത്തിയിരുന്നാലേ ഉച്ചയ്ക്ക് ഞണ്ണാനൊന്നും ഉണ്ടാവൂല. കിച്ചണിലോട്ട് വാ. പരിചയമില്ലാത്ത ജോലി ഒന്നും ഞാൻ ചെയ്യാറില്ല. മാത്രമല്ല വെച്ച് വിളമ്പാനൊന്നുമല്ല ഞാനിവിടെ വന്ന്, എന്റെ അളിയൻ വിളിച്ചിട്ടാ. ഇവിടെ ചില ആളുകളുണ്ട്, അവർക്കൊന്നും എന്റെ സ്റ്റാറ്റസ് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ പോയാൽ ഈ റൂമിൽ തങ്ങുന്ന കാര്യം എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ഏതായാലും അളിയൻ വരട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടക്കൊക്കെ ഒന്ന് വരണം. ഓ, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാമല്ലോ. ഞാനാണെങ്കിൽ ഇവിടെ ബോറടിച്ചിരിക്കുകയാണ്. എടാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബാപ്പുട്ടി കേട്ടാ മോശമല്ലേ? എന്തൊക്കെയായാലും ഇവൻ അവന്റെ അളിയനല്ലേ? അവനെ തല്ലി കൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനാ ബാബുട്ടി പറഞ്ഞത്. വന്നിട്ട് ഒരാഴ്ചയായി. തിന്നെണീറ്റ് പോവാന്നല്ലാതെ പ്ലേറ്റ് പോലും കഴുകിയേക്കൂല. അവന്റെ ഡ്രസ്സ് അലക്കണത് പോലും ബാപ്പുട്ടിയാ. പണി അന്വേഷിക്കാൻ കൂടെ പോരാൻ പറഞ്ഞപ്പോ പുറത്തെ ക്ലൈമറ്റ് ശരിയാവട്ടെ. ഗൾഫിലെ ക്ലൈമറ്റ് ശരിയായിട്ട് ജോലി എടുക്കാൻ പറ്റുമോ? ബാപ്പുട്ടിയുടെ അവസ്ഥ എനിക്കറിയില്ലേ, അതിനിടയില ഈ കുരിശ്. ഒരു കാര്യം ചെയ്യാം, ഇവനെ തൽക്കാലം ഇവിടെ തന്നെ സ്ഥിരപ്പെടുത്താം. നിങ്ങൾ 10-12 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ജോലി കൊടുത്താൽ മതിയല്ലോ. കൊള്ളാം, അത് തിരക്കിടില്ല. അത് ശരിയാ. നമുക്ക് അവനോടൊന്ന് സംസാരിച്ചു നോക്കാം. പ്രതികരണം അറിയാമല്ലോ. അളിയോ, ജോലി ശരിയായോ? ഞാൻ റൂമിക്ക് കയറി വരുമ്പോ തന്നെ ജോലി ശരിയായോ എന്നിങ്ങനെ ചോദിക്കണ്ട. ശരിയായാ ഞാൻ പറയും. അതുവരെ മിണ്ടാതെ അവിടെ ഒന്ന് ഇരുന്നാ വലിയ ഉപകാരമായി. തൽക്കാലത്തേക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. മറ്റൊരു ജോലി തരപ്പെടുന്നത് വരെ ഈ ജോലി ചെയ്യാൻ പറ്റുമെന്നൊന്ന് അറിയണം. ജോലി എന്താണെന്ന് പറയൂ, കേൾക്കട്ടെ. ഈ റൂമിൽ 12 പേരുണ്ട്. അവർക്ക് ഭക്ഷണം തയ്യാറാക്കുക, റൂം വൃത്തിയാക്കുക. വെറുതെ അല്ല, ഭക്ഷണവും താമസവും ഫ്രീ. 30 ദീനാർ ശമ്പളവും. 30 ദിനാറോ? പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്, ഇവിടുത്തെ ഷെയ്ഖിന്റെ ഓഫീസിൽ സെക്രട്ടറി പോസ്റ്റ് കിട്ടുമെന്നോ? ആദ്യം ഇവിടെ വന്നപ്പോ ഇതിനേക്കാൾ താഴ്ന്ന ജോലി ചെയ്ത ആളാ നിന്റെ ഈ അളിയൻ. 15 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴുള്ള ജോലിയുടെ അവസ്ഥ എന്താണെന്നറിയോ നിനക്ക്? അതുകൊണ്ട് വെറുതെ വാചകമടിക്കാതെ ഉമർ ഖയ്യാമിന്റെ കവിത ആ മൂലയിലേക്കിട്ട് പണി ചെയ്യാൻ നോക്ക്. ബാബുട്ടി, ഞാൻ പോകുന്നു. നിന്റെ അളിയൻ വന്നു എന്ന് കേട്ടപ്പോ ഒന്ന് പരിചയപ്പെടാൻ വന്നതായിരുന്നു. ബെസ്റ്റ് അളിയൻ. അളിയോ, എന്നോടിത് വേണ്ടായിരുന്നു. ഇതിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. കുട്ടിയാക്ക, ഇതാണ് എന്റെ അളിയനെ. ബാപ്പുട്ടിയെ, കാര്യങ്ങളൊക്കെ അളിയനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ? എപ്പോഴും ചെക്കിങ്ങുള്ള സ്ഥലാ. കണ്ടറിഞ്ഞ് നിന്നാല് കുറച്ചു ദിവസം പിടിച്ചിക്കാം. ചെക്കിങ് പെട്ട പുറത്തിറക്കാൻ മാത്രം വാസ്തുള്ള ആളല്ല കുട്ടിയാക്ക. താമസിക്കാൻ ഒരുങ്ങിട്ടല്ലേ വന്നിക്കണ്? നാളെ മുതൽ ഇവിടെ താമസിക്കാം. ഇന്നുകൂടി എന്റെ കൂടെ നിൽക്കട്ടെ. വൈകുന്നേരം 5 മണിക്ക് തന്നെ ഫ്രീ ആക്കിയാൽ എനിക്ക് അവിടെ തന്നെ താമസിക്കാമല്ലോ. ഡ്യൂട്ടി ടൈം എനിക്ക് 4-5 മണിക്കൂർ മതി. അൽഹംദുലില്ലാഹ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. അളിയാ, ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇതിലെ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് അവസാനം കുട്ടിയാക്കാന്റെ കാലൊടിച്ചിട്ട് കിട്ടിയതാ ഈ ജോലി. ഇത് കൊളാക്കരുത്.
ഇവിടെ വാ വാ. എന്നാ നമുക്ക് ഇപ്പം തന്നെ അത് തുടങ്ങാം. ആദ്യം ഗ്ലാസ് കഴുകി തുടങ്ങിക്കോ. പ്ലേറ്റ് ഇപ്പം വരും. നല്ലോണം വൃത്തിയാവണം. നാട്ടിലത്തെ മാതിരിയല്ല, ഇത് ഗൾഫാ, ഗൾഫ്. എന്റെ സ്റ്റാൻഡേർഡിന് ചോദിച്ച ജോലിയൊന്നല്ല ഇത്. ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. മഞ്ചേരിയിൽ പാണ്ടിക്കാട് റോഡിൽ ഒരു കൂൾ ബാർ ഷോപ്പ് ഉണ്ട്. അതാരതാന്ന് നിനക്കറിയോ? അറിയില്ല. അത് എന്റേതാ. ആഹാ. ഇതുപോലെ ഗ്ലാസ് കഴുകിയിട്ടുണ്ടാക്കിയതാ അത്. അരീക്കോട് റോഡില് ഒരു ഫർണിച്ചർ കടയുണ്ട്. അതാരതാന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. എന്റേതാ. ഇതുപോലെ പ്ലേറ്റ് കഴുകിയിട്ടുണ്ടാക്കിയതാ അത്. കോഴിക്കോട് റോഡില് ഒരു ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ട്. അതാരതാന്ന് നിനക്കറിയോ? ഇല്ല. ഇന്റേതാ അത്. ഇതുപോലെ പ്ലേറ്റ് കഴുകിയിട്ടുണ്ടാക്കിയതാ അത്. നിങ്ങക്ക് മലപ്പുറം റോഡിലെ സ്ഥാപനം ഒന്നുമില്ലേ? ഇല്ല. എന്നാലേ ബാക്കിയുള്ള പ്ലേറ്റും കൂടി കഴുകിയിട്ട് അവിടെയും കൂടി ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കോളി. ഇവിടെ വാ മോനെ. മോനിക്ക് കാഷ്യർ ആയിട്ടിരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവോ? അങ്ങനെയുള്ള ജോലിയാണെങ്കിൽ ഓക്കെ. മോൻ ബാ. ഇവിടെ വാ, പറയട്ടെ. ഇനി ഈ പരിസരത്ത് എങ്ങാനും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചവിട്ടി ഊരെ ഞാൻ മുറിക്കും. ഓടാ അവിടുന്ന്.